നമ്മുടെ വെള്ളിയാഴ്ചക്ക് കുറച്ച് ചീര നിൽക്കുന്നതാട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതേപോലെ ഷെയർ ചെയ്തോളൂ. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ വെള്ളിയാഴ്ചക്ക് കുറച്ച് ചീര അരിഞ്ഞോടെ കഥ വേണ്ടായിരുന്നു. ഞാനിത് കൊണ്ടുകൊടുത്തിട്ട് കേട്ടാ. അപ്പൊ നമ്മുടെ എല്ലാവരും റിക്വസ്റ്റ് ആയിരുന്നു അല്ലെ, എന്താ പറയാ, പയറും പച്ചമുളകിനും ഒക്കെ തത്ത പറന്നു പോകുമ്പോ അതൊന്ന് ചേച്ചി പിടിച്ചു വിടാനായിട്ട് പറഞ്ഞിരുന്നു എന്നോട്. അപ്പൊ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ അത് ക്യാമറയിൽ ഇപ്പൊ പകർത്തിയിട്ടുണ്ട്. അതിപ്പോ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. നമ്മുടെ ഈ വാഴപ്പിണ്ടി വെട്ടി നമ്മുടെ കോഴികൾക്ക് കൊടുക്കണം. പിന്നെ അതിന് മുന്നായിട്ട് കുറച്ച് ഈ വാഴയുടെ ഈ ഇലകളൊക്കെ ഉണങ്ങിയിരിക്കുന്നതുണ്ട്. ഇതൊക്കെ മുറിച്ച് നമ്മള് മുളക് ഒക്കെ നട്ടിട്ടുണ്ട്. അതിന്റെ കടക്കിലേക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പൊ അവർക്ക് നനയ്ക്കുമ്പോഴേ അതിന്റെ കടക്കിൽ എപ്പോഴും നനവ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാത്രല്ല, ഇതാണെങ്കിൽ ചെയ്യുമ്പോ കമ്പോസ്റ്റ് പോലെ ആയും കിട്ടുമല്ലോ. നമ്മൾ ഇതേപോലെ മുന്നേ അരിഞ്ഞിട്ട് കണ്ട ഇട്ടിട്ട് അതിന് മുകളിൽ ചെറുതായിട്ട് മണ്ണൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും കണ്ട. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നല്ല കമ്പോസ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എപ്പോഴും. പിന്നെ ഈ കിടക്കണെന്ന് പറയണതുണ്ടല്ലോ, എന്താ പറയാ, നമ്മുടെ സോളാറിന് വേണ്ടിയിട്ട് നമുക്ക് സോളാറിന് വെയിൽ കിട്ടുന്ന ഭാഗത്ത് കുറച്ച് തടസ്സങ്ങൾ, കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊണ്ടിട്ട് നോക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇല പൊഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ തണ്ടുകളൊക്കെ നമുക്ക് പയറിനൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അത് എടുക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ മുളകിന്റെ കടയ്ക്ക്, അതേപോലെ ഈ മതിലിന്റെ അകത്ത് നമ്മൾ പൈനാപ്പിളൊക്കെ ആണല്ലോ വെച്ച് കൊടുത്തോടെ. അപ്പൊ അതിന്റെ കടക്കിലേക്ക് ഇടുമ്പോഴേ കുറെ പുല്ലുകളൊക്കെ വരാണ്ടിരിക്കുകയും ചെയ്യും. എന്താ പറയാ, നമ്മുടെ മണ്ണാണെങ്കിലോ നന്നായി പൊടിഞ്ഞേ എപ്പോഴും ഇരിക്കും കണ്ട. ഇതേപോലെ നമ്മൾ ഇട്ടോട് വേണ്ട. പുല്ലുവരവ് നല്ല കുറവുണ്ട് കേട്ടോ അങ്ങനെ ഇടുമ്പോ. പിന്നെ മണ്ണിന് നല്ല ഇളക്കം ഉണ്ടാവും, മണ്ണിളക്കം ഉണ്ടാവും, വായുസഞ്ചാരക്കും കൂടും മണ്ണിന്. ഈ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു കന്നുകൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല കന്നുകളാണ് നമുക്ക് പറിച്ചു വയ്ക്കാൻ പറ്റുന്നത്. അത് കാരണം ഈ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഇത് വെട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സുഖമായിരുന്നു, ഈ സൈഡും വെട്ടിയ പെട്ടെന്ന് തന്നെ അത് ഒടിഞ്ഞ് എന്താ പറയാ നമുക്ക് തട്ടിലായിരുന്നു. ഇതിപ്പോ നമ്മള് കുറച്ചൊക്കെ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിട്ട് നിന്നിരുന്നതാണ് ഈ വാഴപ്പിണ്ടി. ഇനിയിപ്പോ ഇത് കോഴികൾക്ക് പറ്റില്ല, കാരണം എന്റെ പിണ്ടിയൊക്കെ നാശമായി തുടങ്ങി. ഇത് കണ്ട നമ്മുടെ ഇപ്പൊ പിണ്ടി ഫുള്ള് കേടാണ്. ഇപ്പൊ നമ്മൾ ഇത് നടു പൊളിച്ചിട്ട് ഇങ്ങനെ തന്നെ കോഴികളുടെ കൂട്ടിൽ കൊണ്ടു കൊടുക്കും. അപ്പൊ അവർക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പുഴുക്കളൊക്കെ തിന്നാൻ കിട്ടൂട്ടാ. ഇതിപ്പോ നമ്മുടെ കോഴികൾക്കില്ലേ വൈകുന്നേരം വരെ കൊത്തി കൊത്തി തിന്നാളുന്നുണ്ട്.
ഇനി നമ്മളിത് കോഴിക്കൂട്ടിലിട്ടിട്ട് നമുക്ക് മുട്ട പറക്കണം. എന്നാൽ അതുകൊണ്ടൊരു സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കണേ. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ ഈ പണികളൊക്കെയും ചെയ്യുന്നത് ചെറിയൊരു ഭാഗം മാത്രം നമ്മളിൽ കാണിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ആകെ വയർത്ത് രൂപമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പാചകത്തിലേക്ക് വരുമ്പോൾ ഫ്രഷ് ആയിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾക്കുള്ളത് തന്നെയത് വരുന്നത്. കൺമണിക്കുട്ടി എനിക്കുണ്ടല്ലോ ഉറക്കത്തിന് എനിക്ക് നിൽക്കുന്നത് കേട്ടാ. ഇതേ മറ്റേ കോഴിക്കുട്ടിയില് മുട്ട എടുത്തിട്ട് കൺമണിയുടെ കയ്യിൽ തരാട്ടാ. നമ്മുടെ കോങ്കിന് വെച്ചാക്കാരനെ പൂ കുറവാ. അല്ലുമണി വന്നല്ലോ. ഇന്നുണ്ടല്ലോ നമ്മള് ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യണത് 2 സബോള ചെറുതാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇടണം. ചെറുതാക്കി നുറുക്കിയ ഇഞ്ചി ഇട്ടാ 1 ടീസ്പൂണ് അത് ഇട്ട് കൊടുക്കണം. പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയത് 1 ടീസ്പൂണ്. 1 ടീസ്പൂണ് വേപ്പില നന്നായി ചെറുതാക്കി നുറുക്കിയത് അത് ഇട്ട് കൊടുക്കണം കേട്ടോ. 1 പച്ചമുളക് ചെറുതാക്കി വട്ടത്തിലരിഞ്ഞത് അത് ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. അത് കോഴിമുട്ട ഉടച്ചിരിക്കാം. പിന്നെ നമ്മളിത് ഇവിടെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 10 പീസ് ബ്രെഡാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതിതാ കുറച്ച് ഇതിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും ബ്രെഡ് നമ്മൾ ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായി കുഴച്ച് കൊടുക്കാം. നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടാവുന്ന രീതിയിൽ നമുക്ക് ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾക്കുണ്ടല്ലോ 2 കോഴിമുട്ട ഉടച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. ഈ കോഴിമുട്ട നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. കണ്ട ഇതേ രീതിയിൽ നമ്മൾ മുട്ടേനെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുണ്ടല്ലോ ഇതാ ബ്രെഡ് പൊടിച്ചത് കുറച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി നമ്മുടെ കൈ വെള്ളയിലും ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടാം. എന്നിട്ട് നമ്മുടെ ഈ കൈ വെള്ളയിൽ വെച്ചിട്ട് നന്നായി ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിങ്ങനെ ഒരു ഓട്ട കുത്തി കൊടുക്കുക കേട്ടോ. ഈ രീതിയിൽ നമ്മളൊരു ഓട്ട കുത്തിയിട്ട് നമുക്കിത് മുട്ടയിൽ മുക്കി കൊടുക്കാം. എന്നിട്ട് നേരെ നമ്മൾ ഈ ബ്രെഡ് പൊടിയിൽ ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. എല്ലാ സൈഡിലും ബ്രെഡിൻ്റെ ഇതിങ്ങനെ പിടിക്കണ പോലെ. എന്നിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇങ്ങനെ അമർത്തി കൊടുക്കുക. രണ്ട് സൈഡും മറച്ചിട്ടിട്ട് നമ്മളിങ്ങനെ ഓട്ട അങ്ങനെ കുത്തി കൊടുത്തോളൂ. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടികൾ കയറുള്ളൂ. കണ്ട ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ആക്കിയെടുക്കാനായിട്ട് കേട്ടോ. രണ്ട് സൈഡും ഓരോ പോലെ കണ്ട.
നമ്മളിത് 7 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് നമ്മുടെ പാത്രം അടുപ്പുമ്പോൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പാത്രം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ ഇതാ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ ഇതൊന്ന് മുങ്ങിക്കെടുക്കാവുന്ന രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരു മീഡിയം ലെവലിൽ തീ കത്തിച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇതാ നമുക്ക് ഒന്നും കൂടി മറിച്ചിടാം കേട്ടോ. ഇടയ്ക്കൊന്ന് 1-2 വട്ടം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് സ്നാക്സ് ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ എടുക്കാം. വെളിച്ചെണ്ണയൊന്നും അധികം ഈ ബ്രെഡ് ഇതിലുമേ ഉണ്ടാവില്ല കേട്ടോ കഴിക്കുമ്പോഴൊന്നും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റത്തെ നമ്മൾ എടുക്കാൻ പോവാണ്. നമ്മളിതാ തീ ഓഫ് ചെയ്തു കേട്ടോ. കണ്ട നമുക്ക് അധികം വെളിച്ചെണ്ണ ഒന്നും നമ്മുടെ ബ്രെഡിലേക്ക് ഇങ്ങനെ വലിച്ച് കുടിച്ചിട്ടില്ല. നല്ല മൊരുപ്പാട്ടോ. നല്ല മൊരിഞ്ഞിരിക്കും നമ്മുടെ ഈ എന്താ പറയുക ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കണ ഈ സ്നാക്സ് ഇട്ടാ. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡിയായി. ഇനി ഞാൻ പോയിട്ട് ചേട്ടനെ വിളിക്കട്ടെ ടേസ്റ്റ് ചെയ്യാൻ. കാണാനൊരു ഭംഗി, കഴിക്കാനും ടേസ്റ്റ് നോക്കാം. സൗണ്ട് കേൾക്കണ്ട? നല്ല മരുപ്പ പുറത്ത്, ഉള്ളില് നല്ല സ്മൂത്തായിരിക്കും. കഴിക്കും. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ചേട്ടൻ കഴിക്കും. അടുത്ത് പോയിരുന്നിട്ട് പതുക്കെ ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടം. ഇതില് കാണാൻ. അപ്പൊ ശരി, അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്